ഇന്ധനവില ഉയരുന്നത് തടയാൻ കേന്ദ്രത്തിന്റെ ഇടപെടൽ. പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവ കുറച്ച് കേന്ദ്രം. പെട്രോൾ ഡീസൽ വിലവർധന നേരിടാൻ എക്സൈസ് തീരുവ വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് ഡ്യൂട്ടി ലിറ്ററിന് 10 രൂപ വീതമാണ് കുറച്ചത്. ഇതോടെ 1 ലിറ്റർ പെട്രോളിന്റെ നികുതി 3 രൂപയായി കുറഞ്ഞു. ഡീസലിന് നികുതിയില്ല. ക്രൂഡ് ഓയിൽ വിലവർധനയുടെ ഭാരം ജനങ്ങളിലേക്ക് എത്താതിരിക്കാനും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് നിലവിലുണ്ടാക്കുന്ന നഷ്ടം നികത്താനുമാണ് നീക്കം. പെട്രോളിന്റെയും ഡീസലിന്റെയും ചെറുകിട വിൽപ്പന വിലയിൽ മാറ്റമുണ്ടായേക്കില്ല. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണ കമ്പനിയായ നയാര പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചിരുന്നു. മറ്റു കമ്പനികൾക്കും സമാനമായ വിലവർധന ഉണ്ടാകുമോ എന്ന സംശയത്തിനിടയിലാണ് എക്സൈസ് തീരുവ കുറച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലാണ് അവസാനമായി അധിക എക്സൈസ് തീരുവ കേന്ദ്രം പരിഷ്കരിച്ചത്. ഫെബ്രുവരി 28 ശേഷം പെട്രോൾ ഡീസൽ വിലയിൽ അന്താരാഷ്ട്ര വിപണിയിൽ 50% വിലവർധന ഉണ്ടായിട്ടും ഇന്ത്യയിലെ വിലയിൽ എണ്ണ കമ്പനികൾ മാറ്റം വരുത്തിയിരുന്നില്ല. യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് ആഗോള വിപണിയിൽ എണ്ണവില വൻതോതിൽ ഉയരുന്നത്. അതേസമയം നിലവിൽ പെട്രോൾ ഡീസൽ വില ഉയർത്തിയിട്ടില്ലെങ്കിലും കനത്ത നഷ്ടത്തിലാണ് എണ്ണ വിൽക്കുന്നതെന്ന് ഇന്ത്യയിലെ മറ്റൊരു പ്രമുഖ എണ്ണ കമ്പനിയായ ജിയോ ബിപിയും പ്രതികരിച്ചു. അതേസമയം ഇന്ത്യൻ എണ്ണ വിപണിയുടെ 90% കൈകാര്യം ചെയ്യുന്ന പൊതുമേഖലാ എണ്ണ കമ്പനികൾ വിലയിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല. 2022 ഏപ്രിലിന് ശേഷം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് തുടങ്ങിയ എണ്ണ കമ്പനികളൊന്നും പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഈ മാസം ആദ്യം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില $119 തൊട്ടിരുന്നു. ഇതിനു പിന്നാലെ ചില എണ്ണ കമ്പനികൾ പ്രീമിയം പെട്രോളിന്റെ വില 2 രൂപ വരെ വർദ്ധിപ്പിച്ചിരുന്നു.